ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കുന്നുള്ളത് 4 മണി ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് ആണ്. ഇതിന് ബ്രെഡും ഉരുളക്കിഴങ്ങും വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നുള്ളത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നുള്ളതെന്ന് കണ്ടു നോക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ഗരം മസാലയാണ്. വീട്ടിൽ തന്നെ പൊടിച്ചിട്ടെടുത്തിട്ടുള്ള ഗരം മസാലയാണ് ചേർത്തിട്ടുള്ളത്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് വേവിച്ചിട്ട് എടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഉപ്പിട്ടിട്ടാണ് ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഇവിടെ മാറ്റി വെക്കാം. ഇനി ഇത് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഒരു ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചതച്ച മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഇത് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഫുള്ള് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യരുത്. കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അധികം ലൂസായി പോവരുത്. ഇവിടെ ഞാൻ ബ്രെഡൊക്കെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. 2ആയി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള മസാല ഒന്ന് വെച്ച് കൊടുക്കാം. ഒരു ബ്രെഡിൻ്റെ മുകളിൽ കുറച്ച് മസാല എടുത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം വേറൊരു ബ്രെഡ് വെച്ച് ഇത് കവർ ചെയ്ത് കൊടുക്കാം. എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നേരത്തെ തയ്യാറാക്കിയ ബാറ്ററിലേക്ക് ഓരോ ബ്രെഡും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ആയി വന്നതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ബ്രെഡ് പക്കോട റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ ബ്രെഡ് കൊണ്ട് കവർ ചെയ്യാതെ തന്നെ തയ്യാറാക്കുന്നുണ്ട്. അതും കൂടി കാണിച്ചു തരാം. ഇതിൻ്റെ മുകളിൽ വേറൊരു ബ്രെഡ് വെച്ച് കവർ ചെയ്തിട്ടില്ല. വെറും മസാല മാത്രമാണ് വെച്ചിട്ടുള്ളത്.
അങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു സൈഡായി വന്നാൽ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.